ബഹ്റിനിലെ ഫോട്ടോഗ്രാഫറാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫോട്ടോഗ്രാഫേഴ്സായിട്ടുള്ള കൂട്ടുകാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് അവിടെ വെഡ്ഡിങ് വർക്കുകളൊക്കെ കിട്ടാറുണ്ടോ, അതുപോലെ തന്നെ നീ എന്ത് തരം വർക്കാണ് അവിടെ കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന്. അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ നാട്ടിൽ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ വെഡ്ഡിങ് വർക്കുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു തൃപ്തി വരുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ ആയിരുന്നു. അപ്പം ഞാനിവിടെ ബഹ്റിനിലെ 4 വർഷത്തിന് മേളിലായി ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. തുടക്കം എന്ന് പറയുന്നത് ചെറിയ ചെറിയ മോഡൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ കൊറോണയുടെ ടൈം ആയപ്പം എനിക്ക് ചെറിയൊരു വെഡ്ഡിങ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു നമ്മളുടെ വെഡ്ഡിങ് വർക്കിൻ്റെ തുടക്കം. എൻ്റെ 1-2 ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒരുപാട് വെഡ്ഡിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് വരുന്ന വർക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റ് ഷൂട്ടുകൾ, ഇൻ്റർവ്യൂസ്, ബർത്ത്ഡേ ഷൂട്ടുകൾ, മെറ്റേണിറ്റി ഷൂട്ടുകൾ, അങ്ങനെയൊക്കെയാണ്. ബഹ്റിനിലെത്തിയത് മറ്റൊരു ജോലിക്കാണെങ്കിലും നമ്മുടെ പാഷൻ കാരണം നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ തന്നെ തുടരാനും സാധിച്ചു. എല്ലായിടത്തെയും പോലെ തുടക്കം ഒരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നമുക്ക് പിന്നീട് ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ നാനിലാണ്. എല്ലാവരും സ്റ്റുഡിയോ നാൻ്റെ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ തുടരണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.